ബോസ് മലയാളം സീസൺ 7 ലൈവില് രാവിലെ തന്നെ കാണുന്ന ഒരു കാഴ്ച എന്താണ്? അനീഷിന്റെ കയ്യിൽ എന്തോ ഒരു മുറിവ് സംഭവിച്ചു. ഇന്നലെ ടാസ്കിനിടയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചതായിരിക്കാം. അത് അനീഷ് വെച്ച് കെട്ടാനായിട്ട് നൂറയുടെ അടുത്ത് പറയുന്നുണ്ട്. അപ്പൊ നൂറ അത് ആ ഒരു മേക്കപ്പ് ഏരിയയിൽ ഇരുന്നിട്ട് അനീഷിന്റെ കയ്യിൽ വെച്ച് കെട്ടി കൊടുക്കുന്നുണ്ട്. ഫസ്റ്റ് എയ്ഡ് കിറ്റ് ഒക്കെ എടുത്തിട്ട് നൂറ വളരെ കരുതലോടെ അത് ചെയ്ത് കൊടുക്കുന്നുണ്ട് അനീഷിന്. ഈ സമയത്ത് ആദിലെ ആ വഴി വരുന്നുണ്ട്. അനീഷേട്ട എന്താ ബുദ്ധിമുട്ടുണ്ടോ? പാത്രം കഴുകുന്ന ഡ്യൂട്ടിയാണ് അനീഷിനെ ചോദിച്ചത്, വെസൽ ഡ്യൂട്ടിയാണ്. അപ്പൊ പാത്രം കഴുകാൻ ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. വേറെ ആരെങ്കിലും വെക്കണോ ചെയ്യണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ അനീഷ് പറയുന്നുണ്ട് എനിക്ക് പറ്റുന്നിടത്തോളം ഞാൻ ചെയ്യാം, ഞാൻ ശ്രമിക്കാം എന്നുള്ള രീതിയിൽ അനീഷ് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ഇന്നലെ രാത്രിയിലത്തെ ആ ഒരു അംഗം വെട്ടും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പാത്രങ്ങളൊക്കെ അതേപടി ഇട്ടിരിക്കുകയായിരുന്നു എന്നാണ് തോന്നുന്നത് കേട്ടോ. അനീഷ് രാവിലെ തന്നെ പോയി നിന്ന് കുറെ കഴുകുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. കയ്യിലെ മുറിവ് വെച്ചിട്ട് അനീഷ് പാത്രം കഴുകുന്നതായിട്ട് ഞാൻ കണ്ടിരുന്നു. അനീഷ് അത് പറയുന്നുണ്ട്, എനിക്ക് എന്ത് കിട്ടിയില്ലേലും കുഴപ്പമില്ല, എനിക്ക് സമാധാനത്തോടെ ഇത്തിരി ഉറക്കം കിട്ടിയാൽ മതി എന്ന് അനീഷ് ബിഗ് ബോസിന്റെ അടുത്ത് പറയുന്നുണ്ട്. ക്യാമറയിൽ നോക്കി പറയുന്നുണ്ട്. കറക്റ്റ് കാര്യമാണ്. അനീഷ് ഒഴികെ ബാക്കി എല്ലാവരും ഇന്നലെ കൂട്ടപ്പൊരിച്ചിൽ വൈബായിരുന്നു ലൈവിനകത്ത്. അനീഷ് മാത്രമാണ് ഇതിനൊക്കെ ഇടയ്ക്കും ഉറങ്ങിയത് കേട്ടോ. അപ്പൊ അനീഷ് രാവിലെ ഇങ്ങനെ ഒരു കാര്യം പറയുന്നുണ്ടായിരുന്നു ബിഗ് ബോസിന്റെ അടുത്ത്. അനീഷിന്റെ അടുത്ത് ആദിലയുമായിട്ടുള്ള ആ ഒരു ലവ് ഹേറ്റ് റിലേഷൻഷിപ്പ് അതിനെപ്പറ്റി നമുക്കറിയാം. അത് എത്രത്തോളം പുറത്ത് ചർച്ചയായിരുന്നു എന്നുള്ള കാര്യവും നമുക്കറിയാം. പക്ഷെ നൂറയ്ക്ക് ഉള്ളിന്റെ ഉള്ളിൽ അനീഷിന്റെ അടുത്ത് ഒരു സ്നേഹം ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അതിപ്പം അനീഷിന്റെ അടുത്ത് മാത്രമല്ല, ഷാനവാസിന്റെ അടുത്തും ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അനുമോൾക്കും ആദിലേക്കാളിലും കാര്യം നൂറയോടാണെന്നും എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിന് കാരണം നൂറയുടെ ഒരു ക്വാളിറ്റി ഉണ്ട്. അത് എത്രയൊക്കെയാണെന്ന് പറഞ്ഞാലും നൂറ ഗെയിമിനെ ഗെയിമായിട്ട് എടുത്ത് ആ രീതിയിലാണ് നിൽക്കുന്നത്. എല്ലാവരുമായിട്ട് സഹകരിച്ച് ഉള്ള രീതിയിലാണ് നൂറ നിൽക്കുന്നത്. ആദിലയുടെ ഗെയിം ആ രീതിയിലുള്ളതല്ല എന്നുള്ളതാണ് സത്യം. നൂറയുടെ ഗെയിമിൽ തന്നെ ആ രീതിയിലാണ് നൂറ കളിച്ചു വന്നത് തുടക്കം മുതൽ. അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായിട്ടും ആദിലേക്കാളുള്ള ഒരു മികച്ച കണ്ടസ്റ്റന്റ് ആണ് നൂറ എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. പലപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് പലപ്പോഴായിട്ട് നമ്മൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പൊ അനീഷിനെ ഒരു വെച്ച് കെട്ടി കൊടുക്കുന്ന കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തോന്നിയൊരു കാര്യം, അനീഷിന് വേണമെങ്കിൽ ഷാനവാസിന്റെ അടുത്ത് പറയാമായിരുന്നു, അല്ലെങ്കിൽ ആരുടെ അടുത്താണെങ്കിലും പറയാമായിരുന്നു വെച്ച് കെട്ടി കൊടുത്തേനെ. പക്ഷെ നൂറ അത് വളരെ കരുതലോടെ വളരെ നല്ല രീതിയിൽ അത് ചെയ്യുന്നത് കണ്ടപ്പോൾ എനിക്ക് തോന്നി നൂറയ്ക്ക് എത്രയൊക്കെ ആണെങ്കിലും ഒരു കൺസിഡറേഷൻ ഉള്ളതാണ് അനീഷിന്റെ അടുത്ത്. അതുകൊണ്ടായിരിക്കാം ചെയ്തു കൊടുത്തതെന്ന് തോന്നുന്നു. അപ്പൊ കൂടുതൽ അപ്ഡേറ്റ്സുമായിട്ട് വീണ്ടും കാണാം.